നമ്മൾ ഇന്ന് പോണത് അളകാപുരി കാണാം അല്ലേ? ഓ തീർച്ചയായും. ഓക്കെ ഡൺ. ശാസ്ത്രാപുരി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ അളകാപുരി. അളകാപുരിന്റെ കവാടം. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഫുള്ള് വിശാലമായ പാർക്കിങ്ങും എല്ലാം സെറ്റാണ്. പാർക്കിംഗ് ഇതാ, പാർക്കിംഗ് കിട്ടും. നമുക്ക് പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ നല്ല ആംബിയൻസിൽ നമുക്ക് ഇരിക്കണം, നല്ല ജ്യൂസസ് ഒക്കെ കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബീവറേജ് ജ്യൂസസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഇതാണ് സ്പോട്ട്. നമ്മൾ അന്നത്തെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അളകാപുരിയിലേക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഫ്രണ്ട് വിളിച്ചിട്ട് നമ്മൾ 4-5 ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സുമാർ അവിടെ അളകാപുരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവരുടെ കൂടെ ഒന്ന് ചില്ലായിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഒരു കോക്ടെയിലും മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. അപ്പോൾ അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫുള്ള് സെറ്റായിട്ട് വന്നതാണ്. ഇത് ഡ്രിങ്ക്സ് അല്ല കേട്ടോ, ഇത് നമ്മളെ ജീരകവെള്ളമാണ്, തെറ്റിദ്ധരിക്കരുത്, ആൽക്കഹോൾ അല്ല അത്. അങ്ങനെ നമ്മൾ ഫുഡ് ഫ്രണ്ട്സുമാരൊക്കെ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ബട്ടർ ചിക്കനാണ്, അതും പൊറോട്ടയും, നല്ല പൊറോട്ടയും ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് ഒരു കോള് വന്നത്. ഫ്രണ്ടിൻ്റെ സിസ്റ്റർക്ക് PAC ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നൈറ്റിൽ. അപ്പോൾ അത് PAC ടാറ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്പോട്ടിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് എന്തായാലും വർക്ക് ഫിനിഷ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് പുറത്ത് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, പാളയൊക്കെ കുറച്ച് റഷായിരുന്നു. ഫൈനലി ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി, വണ്ടി പാർക്ക് ചെയ്ത് നേരെ സ്റ്റുഡിയോയിലേക്ക് കുറച്ചൊരു വാക്കിംഗ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ ഇത് വരുന്നത്, സ്റ്റുഡിയോ വരുന്നത്. വൈറ്റ് ലൈൻ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് യമുനാർക്കി ബിൽഡിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ നടന്ന് നമ്മൾ സ്റ്റുഡിയോൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പഞ്ചാബി ധാബ ഉണ്ട്, അവിടുത്തെ സ്പെഷ്യൽ ലേസിയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ചേച്ചി അവരെ മോള് ലേസി കുടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നേരെ വർക്കിലേക്ക് പോവാം. ആൾക്ക് കുറച്ച് നല്ല പേടിയുണ്ട്. ഫോൺ വിളിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു PAC ചെയ്യാൻ. പക്ഷേ PACിങ്ങിലേക്കുള്ള ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾ ഭയങ്കര വറിയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സെറ്റ് ചെയ്യുക, കുറച്ച് നീഡിൽസും അതേപോലെ PACൻ്റെ മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റേഷൻ ഒന്ന് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ അതുവരെ അവരെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീറ്റിലൊക്കെ ഇരുത്തി. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റുഡിയോയിലുള്ള ഒരു റിംഗ് ലൈറ്റ് സീനാണ്, കുറച്ച് എന്താ പറയുക ലൂസാണ്. അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ മേക്ക് ചെയ്യണം, നല്ല വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുക, നമുക്ക് റീൽസൊക്കെ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ പേടിച്ചിട്ടാട്ടോ ഇരിക്കുന്നത്. മോള് കൂളാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 3 വർഷം മുന്നേ മേടിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ വേറെ ആർട്ടിസ്റ്റുകൾ സ്റ്റുഡൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ലൂസാക്കാതെ ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് അത് കംപ്ലൈൻ്റ് ആയി പോയതാണ്. ഇപ്പോൾ ഫുൾ ലൂസാണ്. കുറച്ചൊരു ടെക്നിക്കൽ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ടൈറ്റ് ആവണുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്യലാണ് ഫസ്റ്റിൻ്റെ പണി. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഇനി PACിങ്ങിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഞാൻ സ്റ്റാൻഡിൽ ഓൾറെഡി വെച്ചതാണ്. അപ്പോൾ നല്ല ഷൂട്ടേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം. വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ആൾ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് മോള് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അമ്മേനെ. അപ്പോൾ ഇനി നമുക്ക് PACിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ PACിങ്ങിലേക്ക് സ്റ്റാർട്ട് കാണില്ല. അയ്യോ പെട്ടെന്ന് അയ്യോക്ക് കുത്തണ്ട ഇല്ലെന്ന് നിങ്ങൾക്ക് ഇത് ഒരു 2 മിനിറ്റില് ആയിട്ടില്ല. ഞാൻ പറയുന്നു ഓക്കെ അല്ല? അയ്യോ ഉണ്ടാ ഇതും കൂടി ഒന്ന് സെറ്റ് കമ്മലിടണ്ടാ. ബ്ലീഡിംഗ് ഇല്ല, ഫ്രീ ആയിരിക്കണേ. കുത്തി കഴിഞ്ഞു നല്ല രസമുണ്ടോ? ഇനി എന്താടാ പൊന്നെ മോളെ എന്നെ ഞാൻ സമ്മതിച്ചിട്ടോ.
അയ്യോ എന്റെ പക്ഷെ കൺഷോട്ട് ഇത്ര പെയിൻ ഉണ്ടാവില്ല. അയ്യോ എടി ഗൺഷോട്ട് എന്താ പഴുക്കുമോ? ഹീലാവാൻ ടൈം എടുക്കും. ഇതിപ്പോ എത്രയായി ചെയ്തിട്ട്? പതുക്കട്ടടാ. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. നേരെ സാധനം റെഡിയായി കഴിഞ്ഞ്. ആള് ഫുള്ള് കരച്ചിലും കാര്യങ്ങളൊക്കെ ആണ്. ആൾക്ക് എന്തായാലും നമുക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക. ആളെ മോളുണ്ട്, അവർക്ക് ഓൾറെഡി PhD ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ബുഗഡി സ്റ്റഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആൾക്ക് എന്തായാലും ഇപ്പോൾ ചെറിയൊരു റെസ്റ്റ്. ബുഗഡി ഹെലിക്സ് ചെയ്താണ്. ഗൺഷോട്ട് ഇതാ, സ്റ്റഡ് മാത്രം മതി. ഫൈനലി ബുഗഡി നമ്മൾ അടിപൊളിയായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ടു വർക്ക്. ആളെ PhDയിലേക്ക് തന്നെ വരാം. മേനായിട്ടില്ല എന്നെ ഞങ്ങൾ തൂക്കി കൊണ്ടുപോകില്ല. വേദന എനിക്ക് സഹിക്കാം. ഒന്നാമത് ഞാൻ 2 സെക്കൻഡിൽ പരിപാടി കഴിച്ചു തന്നില്ല. അയ്യോ 2 സെക്കൻഡിൽ അതല്ല, അതൊന്ന് മതി, ഒന്ന് മതി. ഒന്നായിരോ എനിക്ക് പേടി. എനിക്ക് ഗണ്ണ് വെച്ചുതരും. എന്നാലും ഗണ്ണ് ഞാൻ ചെയ്യലില്ല. ഗണ്ണ് വെച്ച എന്താ സീൻ അറിയാം? ഈ തുളയ്ക്കേണ്ടത്. ഗണ്ണ് ഹീലാവാൻ നല്ല ടൈം എടുക്കും. അയ്യോ എനിക്ക് പേടിയാടാ. കുഴപ്പമില്ല. ഇതിരുന്നില്ലേ അതേ പെയിൻ അല്ലേ ഉണ്ടാവുള്ളൂ. പേടിയ കുക്കത് മതി, ഒന്ന് മതി പ്ലീസ്. ഒന്ന് ഇട്ടേ ഞാൻ എന്താ പ്രശ്നം? സീനാണ്. ഇങ്ങോട്ട് തിരിഞ്ഞ എനിക്ക് പേടിയാണോ? അയ്യോ ഇല്ല അതല്ല, അത് ചെയ്യണില്ല. ചെയ്യല്ലോ, ക്ലീൻ ചെയ്യാം. രാജന്റെ മോളാണ് നല്ല ഇത് കുത്തം. അയ്യോ ഓൻ വെക്കണുള്ളൂ, അയ്യോ ഓൻ വെക്കണുള്ളൂന്ന്. ഇജ്ജ് ഇളക്കരുതേ, ഇളക്കിയ സീനാണ്. ഇല്ല ഇത് കട്ട് ചെയ്യാൻ. ഓക്കെ ഞാന് വർക്കിലാണ് ബ്രോ, ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ തൊടല്ലേ. ഇതിലാണ് മറ്റന്നാ കൂടുതൽ ടൈം അത് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ്. പിന്നെ ആ ബ്ലീഡിങ് ഉണ്ടോ? നല്ല ഉണ്ടോ? അത് പ്രഷർ ചെയ്തിട്ടാ. ആ നിങ്ങള് അയ്യോ തൊടല്ലടാ. അയ്യോ ഇത് ഓവർ സീനായി കഴിഞ്ഞാല് അവിടുന്ന് ഇവിടുന്ന് രണ്ടിടത്തുനിന്നും പ്രഷർ ബ്ലീഡിങ്. ചെയ്തില്ല നിങ്ങള്. ഇതിൽ എത്ര പണിയുള്ളൂ. ഇത്രയും വേണയും കൂടി ഉണ്ടാവില്ല ടാറ്റൂന് അല്ലേ? ഞാൻ കൂടി ചെയ്യാം. ഇന്നല്ല പിന്നെ അന്നെ ടാറ്റു ചെയ്യിച്ചു വീട്ടുള്ളൂ. പപ്പ ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഷുഗർ ഉണ്ടോ? ഹൈ ഉണ്ടോ? 300 ചിലാണ്. ഹീലാവാൻ ടൈം എടുക്കും. പണിയൊക്കെ ഈ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്ലഡ് വരണ്ടേ? നല്ല വേനൽ ഞരമ്പുമ്പിൽ അത് കുത്തിയത്. ഇല്ല ഞരമ്പൊന്നുമില്ല. ഞരമ്പൊക്കെ നോക്കിട്ട് ചെയ്ത അല്ല. അയ്യോ ഈ ക്യാമറ കൊണ്ട് പോകും കുഞ്ഞോട്. അയ്യോ എന്താ കേറണില്ല അത്. അതല്ല ഇതേ ഇടാന് ഈ ഗ്ലൗ ഇട്ടോ ഞാടണോ? വേണ്ട വേണ്ട, ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തു. എവിടുന്ന കിട്ടിയത്? കണക്ക് ഞങ്ങളൊരു 5 വർഷമാണ് എന്റെ പരിചയം അല്ലേ? ഇതിന് ബ്ലീഡിങ് ഇല്ല കേട്ടോ. ഹലോ സെറ്റാ. അയ്യോ ഞാൻ കോഴിക്കോടറാ. ഞാൻ തളർന്ന്. നല്ലടാ. തലശ്ശേരി ലോങ് ആവുന്നു. കണ്ണൂരടുത്താ. അപ്പുറം തിരിയും. മറ്റേ നോക്കട്ടെ ബ്ലീഡിങ് ഉണ്ടോ നോക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞാല് നോ ആയിട്ടാ. കണ്ണൂരിക്ക് നമ്മളെ ഇതേ ഉള്ളൂ. അത് ഇല്ല കേട്ടോ. അത് ഇതോ ശരി. ദൂരം ലോങ് അറിയോ? ഇങ്ങോട്ട് തിരി. 50 ഒക്കെ അല്ല ഉണ്ടാവുള്ളൂ. അതാണ്. രണ്ടാൾതും ഫൈനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് മാത്രമേ PhD ചെയ്തിട്ടുള്ളൂ. ആൾക്ക് ഓൾറെഡി സ്റ്റഡ് PhD കൺഷോട്ട് ചെയ്തുകൊണ്ട് അതും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാളെ ഔട്ട്പുട്ട് നോക്ക്, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഡിസൈൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഹെലിക്സിലുള്ള കുറേ മോഡൽസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 2 PhD എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ വർക്ക് ഫൈനലി ഫിനിഷായി. ഇനി നേരെ നമുക്ക് അളകാപുരിയിലേക്ക് പോവാം. അവിടെ ഫ്രണ്ട്സുമാർ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പോകുമ്പോഴും ലേറ്റ് മഴ ഉണ്ടായിരുന്നു. റഷ് തന്നെയാണ്.
ഇത്ര ടൈമായിട്ടും പാളയം മാർക്കറ്റ് കുറച്ച് റഷ് തന്നെയാണ്. ഫൈനലി നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തെത്തി. ഫൈനലി നമ്മളെ ഫുഡ് വന്ന്, ഇത് ഫുള്ള് ഇവിടുത്തെ സ്പെഷ്യലാണ് ചിക്കൻ ടിക്ക. ഇത് സെറ്റാക്കി തന്നതാണ് നമ്മളെ ലിനീഷേട്ടനാണ്. നമ്മളെ എന്താ പറയുക, അത്രയും ഇവിടുത്തെ ബെസ്റ്റ് ഗൈയാണ്. പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ട്. ഇതാ ഇവിടെ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പരിചയപ്പെട്ടാണ് നമ്മളടുത്ത് നിന്ന് ടാറ്റോ ഒക്കെ ചെയ്ത കണ്ണൻ്റെ ഫാദറാണ്. അപ്പോൾ മൂപ്പരും നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കമ്പനിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. ഇത് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഒരു കോക്ടെയിലാണ്. അപ്പോൾ ഫൈനൽ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. സിബിക്കാണ് ഫസ്റ്റ് കഴിക്കണത്. എങ്ങനെയുണ്ടാ സിബിക്ക? ഒന്ന് കഴിച്ചോളൂ. എന്നിട്ട് വേണ്ട, ചിക്കൻ വേണ്ട. ഓക്കെ, മൂപ്പര് പ്യുവർ വെജാണ്. അപ്പോൾ ഞാൻ കഴിക്കുക, എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതാ എല്ലതും നല്ല അടിപൊളിയാണ്. ലാസ്റ്റ് കുറച്ച് ലെമണും പിഴിഞ്ഞ് 65 നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അങ്ങോട്ട് കഴിക്കുക. ഒന്നും പറയല്ല കേട്ടോ, സാധനം ഒക്കെ അടിപൊളിയാണ്. നമ്മളെ ഇതിൻ്റെ കൂടെ നമുക്ക് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ടെയിലാണ്. അത് നമ്മൾ തന്നെ മിക്സ് ചെയ്തതാണ്. അതും നല്ല സ്പൈസി ചിക്കൻ ടിക്കും ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവർക്കും ചേസ് പറഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് ലൈറ്റായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ബട്ടർ ചിക്കനും പൊറോട്ടയും അതേപോലെ തന്നെ നമ്മളെ ചിക്കൻ ടിക്ക ഒരു രക്ഷയില്ല. ബോൺലെസ് ആണ്. അവിടുത്തെ അറേഞ്ച്മെൻറ്റും അതേമാതിരി ആംബിയൻസും വേറെ ലെവലാണ്. അപ്പോൾ ആരെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക. നൈറ്റ് വൈബ് വേറെയാണ്. അപ്പോൾ എന്തായാലും അവിടെ പോവുക, ബെസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെയുള്ള ഫ്രണ്ടിന് കുറച്ച് നേരത്തെ വീട്ടിലേക്ക് എത്തണം. ഫൈനലി പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റോഡ് ഫുള്ള് കാലിയാണ്, മഴയൊന്നുമില്ല. അപ്പോൾ നൈസായിട്ട് തന്നെ ആ കൂൾ നല്ല പാട്ടൊക്കെ കേട്ട് വൈബിൽ നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നൈറ്റ് നേരിന് ഗുഡ് നൈറ്റ്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ കുറേ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇനി യൂട്യൂബിൽ കുറച്ച് ലോങ് വീഡിയോ ഇടണം. മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ കുറേ വീഡിയോസ് ഇതേപോലെ ഉണ്ട്. അതൊക്കെ ഓൺ വോയിസ് കൊടുത്തിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക.